ബീട്രൂട്ടിൻ്റെ നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബീട്രൂട്ട് വേകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ വലിയ 2 ബീട്രൂട്ട് നല്ലോണം കഴുകി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ പീസുകളൊന്നുമല്ല, ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലോട്ട് മാറ്റാം. 2 വലിയ ബീട്രൂട്ട് അരിഞ്ഞ് വന്നതിന് ശേഷം ഒരു 3 കപ്പുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് 1 കപ്പ് ഗ്രീൻ പീസാണ്. നൈറ്റ് മൊത്തം കുതിരാൻ വേണ്ടി വെച്ചതായിരുന്നു. നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഈ ഒരളവിന് 1 അല്ലെങ്കിൽ 1.25 കപ്പോളം ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരേ ഒരു പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ഒരല്പം ഉപ്പാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഒരല്പം ചേർത്താൽ മതി, പിന്നീട് ബാക്കി ചേർക്കാം. ഇനി ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരുപാട് ഒഴിക്കരുത്, കറക്റ്റ് വെന്ത് കിട്ടണം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത്. അതായത് ഗ്രീൻ പീസ് ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോവുകയോ ചെയ്യരുത്. എല്ലാ ഗ്രീൻ പീസും നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. ഇല്ലെങ്കിൽ ഇത് കല്ലുപോലെ കിടക്കും, അറിയാമല്ലോ. 1-2 വിസിൽ കൂടുതൽ അടിച്ചാലും ബീട്രൂട്ട് വെന്ത് കുഴയത്തില്ല. അപ്പം ബീട്രൂട്ടിൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, ഗ്രീൻ പീസിൻ്റെ കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് എല്ലാ ഗ്രീൻ പീസും വെന്ത് കിട്ടണം. 1-2 വിസിലടിച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം 3ാമത് വിസിലടിപ്പിക്കുക. ഇപ്പം കിട്ടുന്ന ഗ്രീൻ പീസുകളൊക്കെ പെട്ടെന്ന് വേകുന്നതാണ്. ഇല്ലെങ്കിൽ ഗ്രീൻ പീസ് തനിയായിട്ടും ബീട്രൂട്ട് തനിയായിട്ടും കുക്കറിനകത്ത് വേവിച്ചെടുത്താലും മതി. ഇവിടെ ഗ്രീൻ പീസ് കുഴഞ്ഞു പോയാലും ശരിയാകത്തില്ല, വേകാതിരുന്നാലും കല്ലുപോലെ ഇരുന്നാലും ശരിയാകത്തില്ല. അതായത് ഗ്രീൻ പീസ് പാകത്തിന് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ശകലം വെള്ളം അതിനടിയിലുണ്ട്, അത് കുഴപ്പമില്ല. ഒരു തവിയോളം വെള്ളമൊക്കെ അതിനടി വരും, അത് കുഴപ്പമില്ല. നമുക്കത് വറ്റിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഇനി ഇതിലൊരു അരപ്പ് ചേർക്കാനുണ്ട്, അത് അരച്ചെടുക്കാം. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് മാറ്റുകയാണ്. ഇനി ഇതിലോട്ട് 2 വറ്റൽമുളക് ചേർക്കുക. ഇതുപോലെ ഒരല്പം കടുക് ചേർക്കുക. ഒരല്പം ജീരകവും കൂടി ചേർക്കുക. ഇനി ഒരു 8-9 ചെറുള്ളി ചേർക്കുക. ഇനി ഒരു 3-4 കറിവേപ്പില ചേർക്കുക. ഇനി ഒരല്പം മുളക് പൊടിയൂടെ ചേർക്കുക. ഇനി ഇത് സാധാരണ തോരനൊക്കെ നമ്മളൊന്ന് ചതച്ചെടുക്കത്തില്ല, അതുപോലൊന്ന് പൾസ് ചെയ്തെടുത്തോണ്ട് വരാം. ഈ ഒരളവിൽ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുക. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം അരപ്പ് ചേർക്കുക. ഇതിന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി, ഒരുപാട് അങ്ങ് ഡ്രൈ ഒന്നും ആക്കിയെടുക്കരുത്. ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീ ഒന്ന് അല്പം കൂട്ടിക്കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി, അത് ഡ്രൈ ആയിക്കോളും. ഈ തോരന് ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത്. തേങ്ങയൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിൽ ഒരല്പം ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട്, ഉപ്പൂടെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബീട്രൂട്ടൊക്കെ കുക്കറിൽ വേവിക്കുന്ന കാരണം നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് വെന്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കൂടെ തന്നെ ഈ പട്ടാണിയുടെ ടേസ്റ്റ്, ഈ ഒരു ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് കൂടെ വരുമ്പോഴത്തേന് അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെടും.
ഇതിൽ വീണ്ടും ഒന്നുകൂടി എന്ന് ഞാൻ എടുത്ത് പറയുവാണെങ്കിൽ ഗ്രീൻ പീസ് നല്ല സോഫ്റ്റായിട്ട് കുഴയാതെ വെന്തെടുത്തിരിക്കണം. ഇതെല്ലാം പാകത്തിന് ഉപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലവണ്ണം തേങ്ങയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് അടിയിലാണെങ്കിൽ വെള്ളമാണ് ഒട്ടുമില്ല കേട്ടോ. കറക്റ്റ് പാകത്തിന് ഒരുപാട് ഡ്രൈ ആക്കരുത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുമേ. ബീട്രൂട്ടിൻ്റെ കൂടെ വെളിച്ചെണ്ണ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ മിക്കവാറും തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ ലാസ്റ്റിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ചേർക്കാറുണ്ട്. എന്നിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണിത്. ബീട്രൂട്ടും ഗ്രീൻ പീസോടുള്ള നല്ലൊരു കോമ്പിനേഷനാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷനൊന്നും ടിക്കാക്കി ഇടാനും മറക്കല്ലേ. എങ്കിലേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.